പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ മാതാപിതാക്കളുള്ള ബന്ധത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം അവരെ പരിഗണിക്കാൻ കഴിയുക എന്നതാണ്. ഈ സംസാരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ, എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ, ക്ഷണിക്കുന്നതിന്റെ മുൻപ് പറഞ്ഞ വരിയിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമുണ്ട്. മദേഴ്സ് ഡേയുടെയോ ഫാദേഴ്സ് ഡേയുടെയോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ നമ്മുടെ സ്റ്റാറ്റസായി നാം കുറിക്കുന്ന ചില വാചകങ്ങളല്ല പരിഗണന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഉമ്മയോടുള്ള സ്നേഹത്തിന് ഏറ്റവും അട്രാക്റ്റീവായുള്ള ഒരു ചിത്രത്തെ ഗൂഗിളിൽ കയറി ഡൗൺലോഡ് ചെയ്ത് അതിന്റെ താഴെ കുറിക്കുന്ന വരികളിലൂടെ ആ ഒരു വർഷത്തെ മാതാവിനോടുള്ള പിതാവിനോടുള്ള ബാധ്യത നിർവഹിച്ചു എന്ന് വരുത്തി തീർക്കലല്ല പരിഗണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ച, സ്വഹാബിമാരിൽ നിന്ന് ദീനിന്റെ പാഠങ്ങളെ എണ്ണിപ്പടിച്ച താബിയുകളിലെ വളരെ പ്രമുഖനായ വ്യക്തിയാണ് മുഹമ്മദ് ബിൻ മുൻഖദിർ റഹിമഹുല്ലാ. അദ്ദേഹം പലപ്പോഴും ഉമ്മയോട് ചേർന്ന് നിൽക്കുമെന്നാണ്, ഉമ്മയുടെ അടുത്ത് തല ചാഴ്ച വെക്കുമെന്നാണ്. എന്നിട്ട് പറയുമത്രേ, ഉമ്മ നിങ്ങൾ ആ കാലൊന്നെടുത്ത് എന്റെ കവിളിലേക്ക് വെക്കുമോ? അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ഉമ്മയോട് കാലെടുത്ത് മുഖത്തേക്ക് വെക്കാൻ പറയുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ എപ്പോഴും എന്റെ ഉമ്മയുടെ താഴെ തന്നെയാണ് എന്ന് ആവർത്തിച്ചെന്നെ ബോധ്യപ്പെടുത്താൻ. ഞാനിപ്പോഴും ഞാൻ എത്ര വളർന്നാലും, ഞാൻ എത്ര ഉയർന്നാലും, ഞാനിപ്പോഴും എന്റെ ഉമ്മയുടെ താഴെ തന്നെയാണെന്ന് എനിക്ക് എന്നെ തന്നെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ ഉമ്മ നിങ്ങളുടെ കാല് എന്റെ കവിളിലേക്ക് വെക്കുമോ എന്ന് ചോദിച്ച് ഉമ്മയോട് അദ്ദേഹം ചേർന്ന് നിൽക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സംസാരത്തിലെങ്കിലും ഒരു മാർദ്ദവത്വത്തോടു കൂടിയുള്ള സംസാരം പൊന്നുമ്മയോട് നിർവഹിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഉമ്മ ചോദിച്ചില്ലേ, എന്താ മോളെ അത്? എന്തിനെ കുറിച്ചാണ് നീ പറയുന്നത്? എന്താണ് അവൻ നിന്നോട് ചോദിക്കുന്നത്? എന്താണ് അവൾ നിന്നോട് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? എന്താ നമ്മൾ കൊടുത്ത മറുപടി? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്തിനാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്? സംസാരത്തിൽ പോലും പരിഗണിക്കാൻ നമുക്ക് പറ്റിയോ? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഉമ്മയെ പരിഗണിക്കാത്തവരാണ്, ബാപ്പയെ പരിഗണിക്കാത്തവരാണ് എന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. സംസാരത്തിൽ ഒരു മാർദ്ദവത്വം നൽകിയിട്ടെങ്കിലും നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞോ എന്ന് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ ഉമ്മയെ വേദനിപ്പിക്കരുത്, ഒരിക്കലും ബാപ്പയെ വേദനിപ്പിക്കരുത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ വെള്ളം ആവശ്യപ്പെട്ടു എന്നാണ്. കുറച്ച് വെള്ളം വേണം എനിക്ക് കുടിക്കാൻ. ഇന്ന് നമുക്ക് ടാപ്പ് തുറന്നാൽ ഒരു പക്ഷേ വെള്ളം കിട്ടും. ഫ്രിഡ്ജ് ഒന്ന് തുറന്നാൽ തണുപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ഉമ്മാക്ക് എടുത്തു കൊടുക്കാൻ കഴിയും. അന്നതിന് കഴിയില്ല. അദ്ദേഹം നടക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് വെള്ളം ശേഖരിച്ച് തിരിച്ചു വരുമ്പോൾ ഉമ്മ ഉറങ്ങിയിട്ടുണ്ട്. വെള്ളപ്പാത്രവും കയ്യിൽ പിടിച്ച് ഉമ്മ ഉണരുവോളം കാത്തുനിന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമ്മ ഉണർന്നപ്പോൾ അദ്ദേഹം ആ വെള്ളം കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, ഒന്ന് വിളിച്ചുകൂടായിരുന്നോ നിനക്ക്? ആ സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളോട് കാണിക്കുന്ന ഒരു അനാദരവാകുമോ എന്ന് പേടിച്ചപ്പോൾ എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മുൻഗാമികൾ പരിഗണിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖത്തോടു കൂടി ഒരു സമയത്ത് പോലും എന്റെ ഉമ്മയുടെ കണ്ണു നനഞ്ഞിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ചരിത്രം വായിക്കുന്നിടത്ത് ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ട്. രോഗം വന്ന അവശയായ ഒരു സഹോദരി, രോഗം വന്ന അവശയായ ഒരു പെൺകുട്ടി തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഉമ്മയെ വിളിക്കുകയാണ്. അവൾക്ക് രോഗത്തിന്റെ പ്രയാസം വല്ലാതെയുണ്ട്. ഉമ്മ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ കഴിയുന്ന രൂപത്തിൽ അവൾ എഴുന്നേറ്റിരിക്കും. ഉമ്മ തിരിച്ചു പോകും. എന്റെ മോൾക്ക് അവശതയില്ല എന്ന് കാണുമ്പോൾ തിരിച്ചു പോകും. വീണ്ടും ശരീരത്തിന്റെ ക്ഷീണം സഹിക്കാതെ വരുമ്പോൾ അവൾ ഉമ്മയെ വിളിക്കും. ഉമ്മ വരും. ഉമ്മയെ വേദനിപ്പിക്കരുത് എന്ന് വിചാരിച്ച് ശരീരത്തിന്റെ വേദനകൾ മലർന്ന് അവൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും.
ഉമ്മ തിരിച്ചു പോകും. 2-3 തവണ ഇത് ആവർത്തിച്ച് പിന്നെ ഉമ്മ വരുമ്പോൾ ആ സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആ സമയത്ത് ആ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, മരണത്തിന്റെ സമയത്ത് എന്റെ മോളുടെ വേദന കാണുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഞാൻ ആവർത്തിച്ചു വന്നപ്പോഴും റബ്ബ് എന്റെ മകളുടെ ജീവൻ ആ സമയത്ത് തിരിച്ചെടുക്കാതിരുന്നത്. മരണത്തോട് മല്ലിടുന്ന സമയത്ത് പോലും പൊന്നുമ്മച്ചി വേദനിക്കരുത് എന്ന് ആഗ്രഹിച്ചവരാണ് മുൻഗാമികൾ. നമുക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉമ്മയുടെ ഒരു വിളിക്ക് ഉത്തരം കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജീവനോട് മല്ലിടുന്ന സമയത്ത് പോലും എന്റെ ശരീരത്തിന്റെ വേദന കണ്ട് എന്റെ ഉമ്മച്ചിക്ക് പ്രയാസമുണ്ടാകരുതേ എന്ന് നമ്മുടെ മുൻഗാമികൾ ആഗ്രഹിച്ചപ്പോൾ, അങ്ങനെ വിചാരിച്ചപ്പോൾ, ശരീരം അനുഭവിക്കുന്ന വേദനകൾ ഉമ്മയുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി പിടിച്ചു നിർത്തിയപ്പോൾ നമുക്ക് നമ്മുടെ പൊന്നുമ്മയെ ആ നിലക്ക് പരിഗണിക്കാൻ കഴിഞ്ഞോ എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്.